ഹായ് ഗൈസ്, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് 10 മിനിറ്റായി എന്റെ വീട്ടിലെത്തിയിട്ട്. ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന തറവാട് വീട്. വിഷു ആഘോഷിക്കുന്നതിനായി എത്തിയതാണ്. എന്റെ ഏട്ടന്മാരും ഏടത്തിമാരും മക്കളും ഒക്കെ അല്പസമയത്തിനുള്ളിൽ എത്തും. ഇവിടെ അച്ഛനും അമ്മയും ഇരിപ്പുണ്ട്. ഇനിയുള്ള വീട്ടിലെ എല്ലാ വിശേഷങ്ങളും ഞാൻ ലൈവ് വന്ന് നിങ്ങളെ അറിയിക്കും. അകത്തേക്ക് കേറ്. അല്ല അമ്മ, ഞാനിവിടെ എത്തിയത് എല്ലാവരും ഒന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞ വന്ന കാലിൽ നിക്കണേ. എന്തെങ്കിലും ഒരു വിശേഷമൊക്കെ ചോദിക്കണമെങ്കിൽ ഈ കുന്തൊന്നും ഓഫ് ചെയ്താലേ പറ്റും. എന്താ കുട്ടികളൊന്നും കൊണ്ടുവരാൻ നീ? അവൾക്ക് ലീവ് കിട്ടിയില്ല അച്ഛാ. അവളില്ലാതെ പിന്നെ മക്കളെ കൊണ്ടുവന്നാ ഞാൻ നോക്കണ്ടേ? വിഷുവിന് ലീവില്ലേ? അമ്മ കർണാടകയിൽ എന്ത് വിഷു, ബാംഗ്ലൂരല്ലേ, അവിടെ വിഷു സംക്രാന്തി ഒന്നുമില്ല. ഇനി വരുമ്പോ അവരെ കൂടി കൊണ്ടുവരാല്ല. അതെ, ഒന്ന് ചിരിച്ചിരുന്നോട്ടാ. ഒരു വീഡിയോ. ഹായ് ഗൈസ്, ഇതാണ് എന്റെ അച്ഛൻ, ഇതമ്മ. ഏട്ടന്മാരെ കാത്തിരിക്കുന്ന ഇരിപ്പാണ്. അപ്പൊ നാളെയാണ് ഇവിടെ വിഷു ആഘോഷം. അതിന്റെ എല്ലാ മുഹൂർത്തങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. അപ്പൊ എല്ലാവരും കാണണം. ഉണ്ടായിരിക്കും പറഞ്ഞേട്ടെ. അല്ല, സൂതേട്ടൻ ഇതപ്പ എത്തി? ഞാൻ ഇന്നലെ വന്നു. അത് ശരി. അപ്പൊ എടുത്തിയമ്മ മക്കളോ? അവള് വന്നില്ല, അവൾക്കൊരു വയറുവേദന. ഓഹോ, അതുകൊണ്ട് അവളും മോളും വന്നില്ല. എന്റെ പറഞ്ഞ അവിടെ. അല്ല, മൂത്തവൾക്ക് പരീക്ഷ, അപ്പൊ അവൾക്ക് ലീവ് കിട്ടിയില്ല. ഏപ്രിൽ മാസത്തിലെ പരീക്ഷ. സൂതേട്ടനും അളിയൻ ഉണ്ണിയും കൊന്നപ്പൂവും പച്ചക്കറിയുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയുള്ള 2 ദിവസം ഇവിടെ ആഘോഷത്തിന്റെ പൂരമാണ്. അച്ഛന്റെ അമ്മയുടെയും കൂടെ ഞങ്ങൾ തകർക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും ഇത് കാണണം. അടിയാ തടിച്ച് കൊഴുത്ത പട്ടിക്കുട്ടി പോലെയുണ്ട് അല്ലേ? ഒരു കുറവില്ല അല്ലേ? ഒരു കുഴപ്പമില്ല. ഇല്ലാണ്ട് അങ്ങോട്ട് വരില്ലല്ലോ. നല്ല പട്ടം കിട്ടുവനെ. ഇങ്ങോട്ട് വാ. ഓടി അമ്മൂമ്മയ്ക്കും കണ്ടടിയുണ്ട്, കുട്ടിക്കും കണ്ടടിയുണ്ട്. എന്തൊന്നും പറയണ്ട. എന്തൊരു നോക്കിട്ടേ പച്ചക്കറി ഒക്കെ അകത്തേക്ക് വെക്ക്. എന്താണ് സാധനം കൊണ്ടുവന്നു? എന്താ, എനിക്ക് വീട്ടിൽ കയറി ശ്വാസം വിടാനുള്ള സമയം എന്തായാലും നിങ്ങള്? അല്ല, കിട്ടിയില്ലെങ്കിൽ വേറെ ഏർപ്പാടാക്കണം. അതാണ്. എന്താണ് നിങ്ങള് ഞാൻ ഇത് കൊണ്ടുവരാണ്ട് വരികയാണ്? അല്ല, അതറിയാം. എന്നാലും നീ തിരക്കായിട്ട് നീ വാങ്ങിയില്ലെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കണ്ടേ, ആവശ്യത്തിനുണ്ട്. വിഷു അങ്ങോട്ട് തകർക്കാം നമുക്ക്. പിന്നെന്താ? ഓഹോ, അത് നമുക്ക് രാഘവനെ വിളിക്കാം. ഓ അല്ല, രാഘവേട്ടനെ എന്തായാലും വിളിക്കണം. നമ്മൾ വിളിക്കണം. ഓ, വെള്ളം എടുത്തു. വെള്ളം ഒഴിക്കേണ്ട, അത് ഐസ് ഇടേണ്ടതാണ്. ഈ ചക്കനെ കൊണ്ടാണ് തോറ്റത്. കുടിക്കാൻ വേണ്ടി മേടിച്ചാണോ അതാണ് സൂട്ട് ചെയ്യാൻ വേണ്ടി മേടിച്ചാണോ? അല്ല, ഇതേ നമ്മൾ എന്താ കഴിക്കണെന്ന് ജന പറഞ്ഞില്ലേ, പിന്നെ കഴിച്ചിട്ട് എന്താ കാര്യം? ആ പേരൊന്ന് കാണിക്കുന്ന നോക്ക്. എന്റെ മുഖം എടുക്കരുത് കേട്ടോ. ഇല്ലെന്നേ. പഠിപ്പിക്കുന്ന കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടുപിടിക്കാന്ന് പറയും. നോക്കാം. നിങ്ങളാ ഉണ്ണികളീനെ അവിടെ നിൽക്കുന്നുണ്ട്. എന്താ കൊണ്ട് വിളിക്കുന്നാല് വിളിക്കണോടാ? വേണ്ടാതെ ആള് ഞാൻ കഴിച്ചാൽ ഛർദിക്കും. എന്താ ഈ ചക്കൻ പറഞ്ഞത്? എടാ, സ്വകാര്യമായിട്ടൊക്കെ കഴിക്കലുണ്ട്. കഴിക്കണ്ടെന്നൊക്കെ എനിക്കറിയാം. ഞങ്ങള് കുട്ടി ജർമ്മനിയിൽ നിന്ന് കാശ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച എപ്പോഴും അടിച്ചു പിറ്റാന്നാ പറഞ്ഞു കേൾക്കും. അപ്പൊ നമ്മൾ വിളിക്കാത്ത കാരണം മാറി നിൽക്കുകയാണ്, വേറെ ഒന്നല്ല. അതിനും ഉണ്ടാവില്ലേ ഭക്ഷണമൊക്കെ? ഉണ്ട്, മുഖത്ത് കൊതിയൊക്കെ ഉണ്ട്. നോക്ക്. കേട്ടാ, നിങ്ങൾ വിളിക്കും. ഉണ്ണിയെ എന്താ അവിടെ സാധനം വേണോ? വേണ്ട, ഇങ്ങോട്ട് വായോ. അല്ലയാ, അവന് വേണ്ടാത്ത നമുക്ക് വായോ. കള്ളം വരണോക്ക്. പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വായോ. അപ്പൊ എല്ലാവർക്കും നിക്ക് 6 കൂടി വരട്ടെ.
ഒന്ന് നടക്കുന്നുണ്ട് ഇവിടെ ഇരിക്കണം കുട്ടി. അവിടെ ഇരിക്കേ ഇതെന്താ അത് കഴിക്കല്ലേ കഴിക്കില്ല കഴിക്കൂല. എന്റെ ആളിയാ ഞങ്ങക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ ഞങ്ങള് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഞാനേ ഓണം, വിഷു, റംസാൻ, ക്രിസ്മസ്, പിന്നെ വാവ് സംക്രാന്തി, പിന്നെ ക്ലബ്ബ് വാർഷികം, നാട്ടിലുത്സവം, അങ്ങനെ എന്തെങ്കിലും കുറച്ച് 364 ദിവസമായി എല്ലാ ദിവസവും വിശേഷം ഉണ്ടല്ലോ. അല്ല, കുട്ടിയെ, നിന്റെ മാന്യതൊക്കെ അവിടെ കാസർഗോഡ് മതി. ഈ സാധനം എന്നാ? ഹലോ ഗൈസ്, ഹാപ്പി വിഷു. ഞങ്ങള് കുടുംബത്തെല്ലാവരും കൂടി ചെറിയ ചില്ല് മൂഡിലാണ്. ഞാൻ കൂടെ ഉള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് സീതളേട്ടൻ, എന്റെ രണ്ടാമത്തെ ഏട്ടനാണ്. സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്നു തിരുവനന്തപുരത്ത്. ആളിങ്ങനെ ഇരിക്കണമെന്ന് കരുതണ്ട, എന്നെ ഇതൊക്കെ പഠിപ്പിച്ച ആളാണ്. എല്ലാവർക്കും അറിയട്ടെ. ഇത് രാഘവേട്ടൻ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ആളാണ്. ഏറ്റവും അടുപ്പമുള്ള, ഞങ്ങളെ ചെറുപ്പം തൊട്ട് നോക്കി വളർത്തിയ ആളാണ്. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നു. ആള് ഹാപ്പിയാണ്. ഇത് ഞങ്ങളുടെ പെങ്ങളുടെ ഭർത്താവ് അളിയൻ ഉണ്ണി. പുള്ളി കാസർഗോഡാണ്. അവിടെ പുകയില കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. പെങ്ങള് ലണ്ടനില് നേഴ്സാണ്. പുള്ളി അങ്ങനെ കഴിക്കാറില്ല, നിർബന്ധിച്ച 3-4 അടിക്കും, അത്രേ ഉള്ളൂ. ഇത് എന്റെ മൂത്തേട്ടൻ സുഗതേട്ടൻ. ഞാൻ സ്കൂളിലെ മാഷാണ്. പിന്നെ ഞാൻ ഈ വക പരിപാടിയൊന്നുമില്ല. ശേഷത്തിന് അനിയന്മാരൊക്കെ വരുമ്പോ അവരുടെ കൂടെ വെറുതെ അത്രേ. എല്ലാ ദിവസവും അനിയന്മാരുടെ വീട്ടില് സാരമായിട്ട് വരുന്നത് സുഗതേട്ടനാണ്. വെറുതെ പോണ വകയാണ്. ഓക്കെ, അപ്പൊ ഉണ്ണിയാണെങ്കിൽ ഐസ് ഇട്ട് കൊടുക്കും. കഴിച്ചു. അങ്ങനെയാണ്. ഓ ഓ ഓ ശരി ശരി ആയിക്കോട്ടെ. മോശമല്ല, സാധനം മോശമല്ല. അച്ഛൻ ചീത്ത പറയും, പാകത്തിന് കഴിച്ചാ മതി. ഞാന് ഇപ്പളേ പോരാ, ശേഷം കെട്ടടങ്ങിയിട്ടേ പോയി. വിഷയൊക്കെ വരുമ്പോഴേ പഴയ കാലം ഓർമ്മ വരികയാണ്. ശരിയാണ്. അനക്ക് ഓർമ്മയില്ലേ കുട്ടിക്കാലത്ത് നമ്മള് വിഷു ദിവസം രാവിലെ തേര് കെട്ടിയിട്ട് വീട് കൂടാന്തരം പോയിട്ട് കാശ് പിടിക്കണത്? കൈനട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ വീട്ടിൽ നിന്നും പൈസ കിട്ടും. നല്ല അന്ന് നമ്മളൊരു വീട്ടിലേക്ക് തേരായിട്ട് ചെന്നപ്പോഴേ ഒരു ഇത്രയും പോകുന്ന ഒരു പട്ടി നിന്റെ ചന്തിക്ക് വന്ന് കടിച്ച ഓർമ്മ. എന്താ എനിക്ക് ആ നായിക്ക് എന്താ പ്രാന്താർന്ന് തോന്നുന്നു. കടിച്ചു പറിച്ചു തന്നെ. പാരി, എന്നോട് എനക്കൊരു കാര്യം പറയണ്ട. എന്താളിയാ പറഞ്ഞു? എന്റെ പെങ്ങളെ ഞാൻ കെട്ടിയത് ഇന്റെ ഭാഗ്യ. പെങ്ങള് അപ്പൊ ഞങ്ങളുടെ ഒന്നും പെങ്ങളല്ലേ? എല്ലാരെ പെങ്ങളെന്നെ, നിങ്ങളെല്ലാരെ ഭാഗ്യ. എന്താണ്? വേറെ ആരും കെട്ടിയിട്ടുണ്ടെങ്കിൽ പണ്ടേ ഡൈവേഴ്സ് ആക്കി പോയാനെ. അതെന്ത് മര്യാദയായിട്ടാണ് അളിയാ വർത്താനം പറഞ്ഞ? ഇതാണ് ഇവനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. നീ എന്ത് വർത്താനാണ് ഈ പറയുന്നത്? അത് ഒരു പണിക്കും പോകാണ്ട് വീട്ടിലിരിക്കുമ്പോ പറയുന്ന കാശ് മുഴുവൻ അവളിങ്ങനെ അയച്ചു കൊടുക്കണ്ടേ, അതിന്റെ അഹങ്കാരാണ് ഈ പറയുന്നത്. അല്ല, എന്നാ ഒരു കാര്യം പറ്റേ പുണ്യാളിയാ, നിങ്ങക്ക് 25,000 ഉറുപ്പിക മാസം വരുന്നില്ലേ എവിടേക്ക്? അതൊക്കെ പെങ്ങള് പറയാറുണ്ട്. അവള് താരുടെ കാശ് കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അവളെ കുറ്റം പറയാണ്. അതെ, ഇനി വേറെ നമ്മള് കുടുംബകാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അലമ്പാവും. നമുക്ക് അടിച്ചു സുധേട്ടാ, അന്ന് വിഷുവിന് തേര് പോണ പാട്ടില്ലേ, അതൊന്ന് പാട്. അതാ നല്ല പാട്ട് കളിയായിട്ട് പറഞ്ഞു. വെറും കളിക്കല. മഞ്ഞനായരെ കുഞ്ഞനായരെ മഞ്ഞക്കാട്ടില് പോകാലോ, മഞ്ഞനായരെ കുഞ്ഞനായരെ മഞ്ഞക്കാട്ടില് പോകാലോ, മഞ്ഞക്കാട്ടില് പോയാലോ പിന്നെ മഞ്ഞക്കിളിയെ പിടിക്കാലോ, മഞ്ഞക്കാട്ടില് പോയാലോ പിന്നെ മഞ്ഞക്കിളിയെ പിടിക്കാലോ, മഞ്ഞക്കിളിയെ പിടിക്കാലോ പിന്നെ തൊപ്പയും തൂവലും പറിക്കാലോ, മഞ്ഞക്കിളിയെ പിടിക്കാലോ പിന്നെ തൊപ്പയും തൂവലും പറിക്കാലോ, തൊപ്പയും തൂവലും പറിക്കാലോ പിന്നെ ഉപ്പും മുളകും പുരട്ടാലോ, പറിച്ചാലോ പിന്നെ ഉപ്പും മുളകും പുരട്ടാലോ, ഉപ്പും മുളകും എന്താ അതാ അമ്മയാണ്. എന്ത് കുട്ടികളെന്തിനാണ് ഇപ്പൊ കാത്തിരിക്കണത്? ഈ പകല് പടക്കം പൊട്ടിച്ചിട്ട് എന്താണ് കാര്യം? പൂക്കുറ്റി മത്താപ്പാണ് വാങ്ങിട്ട് വന്നിരിക്കുന്നത്. അത് രാത്രി കത്തിച്ചാലല്ലേ പറ്റൂ. എന്താ കത്താത്തേക്കോട്ട്? ചെറുത് പൊട്ടിക്കാണു. ചെറുത് പൊട്ടു. എന്ത് പണിയാണ്? ഞങ്ങൾ വന്നിട്ട് കത്തിച്ചാൽ മതി.
എത്ര വട്ടം ഞാൻ വിളിച്ചു? ഇപ്പൊ വരാന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് ഉറങ്ങട്ടെ, നാളെ കണി കാണണ്ടേ? എന്റെ പല കൂട്ടുകാർക്കൊക്കെ ഞാൻ കൈനീട്ടം കൊടുക്കാൻ പോയതാണ്. ഇനി പടക്കം പൊട്ടിക്കൊന്നും വേണ്ട, ഈ കമ്പിത്തിരി എത്തിച്ചാൽ മതി. അമ്മ എന്താ ഈ പറയുന്നത് നിങ്ങള്? ഇവിടെ ഇത് കത്തിച്ച നമ്മുടെ വീട്ടുകാരിലെ കാണുള്ളൂ. സൗണ്ട് ഉള്ളത് പൊട്ടിക്കാനല്ലേ നാട്ടുകാർ പൊട്ടിക്കണ്ട. അത് അങ്ങനെ പറയുന്നു നിങ്ങൾ. എന്താണ് അവിടെ പടക്കം ഇരിക്കുന്നത്? അത് എടുത്തിട്ട് എന്താ ഒരു പൂത്തിരിയൊക്കെ അവിടെയാണ്. എത്ര വേദിച്ചതാണ് കത്തിക്കാലോ. പടക്കം ഞാൻ പൊട്ടിക്കാൻ ചെക്കന്മാരങ്ങൾ നോക്കിട്ട് കാണിച്ച് പൊട്ടിക്ക. മറിമായം. നടക്ക പതുക്കെ നേരെ അവിടെ ഒപ്പം വന്നിട്ട് അനി നോക്കോ. वृंदावन कृष्णा नंदावन कृष्णा वृंदावन कृष्णा नंदावन कृष्णा नंद किशोर मुकुंद मुरारे नंदन नंद हरे वृंदावन कृष्णा नंदावन कृष्णा वृंदावन कृष्णा नंदावन രണ്ട് കൈയും കൈയും കൊണ്ട് അടുത്ത ആള് ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഏതടങ്ങി വരുന്നുണ്ട്. ചെയ്യാം അവിടെ ഇരിക്കും. ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷുദിന ആശംസകൾ നേരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ വിഷു ആഘോഷ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. പുലർച്ചെ 4 മണിക്ക് അച്ഛനും അമ്മയും ഉണർന്ന് വിഷുക്കണി അകത്തൊരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കണി കാണാൻ വേണ്ടി സഹോദരങ്ങളും അളിയനും ഏട്ടത്തിമാരും ഒക്കെ ഞങ്ങൾ കടന്നു വരികയാണ്. അപ്പോ ഞങ്ങൾ കാണുന്നതിനോടൊപ്പം നിങ്ങളെ കൂടി ആ ഐശ്വര്യത്തിന്റെ ആ കണി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ്. അതെ, ഒന്നും കൂടി പോയിട്ട് പോയ എല്ലാവരും കിട്ടിയില്ല. ഒന്നും കൂടി എല്ലാവരുടെയും മുഖം കിട്ടിയില്ല. എന്നാ പിന്നെ കണി കണ്ടിട്ട് പോക്കൂടെ? ഇല്ലാന്ന്. അതെ, നമ്മള് കാണുന്നതിൽ എല്ലാരും കാണുമ്പോ അതിന്റെ ഒരു കൃത്യത വേണ്ടേ? പോരാട്ടാ ഉറക്കത്തിൽ എണീപ്പിച്ച വെളിവും ഇല്ല അതിനൊക്കെ. മര്യാദക്ക് വരണേ. അല്ലതിപ്പോ വിഷുവായിട്ട് കണി കാണാതെ എന്തേലും ചെയ്യട്ടെ മുട്ടാണ്ടത്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷുദിനാശംസകൾ നേരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ വിഷു ആഘോഷങ്ങൾ തുടക്കം കുറിക്കുകയാണ്. പുലർച്ചെ 4 മണിക്ക് തന്നെ അച്ഛനും അമ്മയും ഉണർന്ന് കണി ഒരുക്കിയിട്ടുണ്ട്. അപ്പോ ഏട്ടനും അളിയനും ഏടത്തിമാരും ഒക്കെ കണി കാണാൻ വരുന്ന ഒരു വരവാണിത്. അപ്പൊ ഞങ്ങൾ കണി കാണുന്നതോടൊപ്പം നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അച്ഛനും അമ്മയും ഇവിടെ ഇരിപ്പുണ്ട്, കുട്ടികൾ ഇരിപ്പുണ്ട്. ഇവിടെ ഇങ്ങോട്ട് തിരി, ഇങ്ങോട്ട് ഉണ്ണിയാളി ഇവിടെ 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 അങ്ങോട്ട് പോടാ. ഇങ്ങോട്ട് തിരി. കണ്ണ് കാണേണ്ടത് അതന്നെ അവിടെ നേരെയാണോ? കണ്ണു തുറന്നോ. നേരെയായോ? കണ്ണു തുറക്കട്ടെ. നേരം കമലാ. എല്ലാവരും കണി കണ്ടുകൊണ്ടിരിക്കുന്ന നിർമ്മലമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്.
കണി കാണും നേരം കമല. എല്ലാരും പാട്. തന്റെ തിരവേഴും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമല നിറമേറും വന്നത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. ആ മതി മതി. ഇനിയായി അങ്ങോട്ട് ഒതുങ്ങിയെന്നെ. അങ്ങോട്ട് ഒതുങ്ങിയെന്നെ. അളിയാ അങ്ങോട്ട് മാറിയേക്കാം. എനിക്കറിയില്ല. അച്ഛാ ഞാൻ ചോദിക്കുമ്പോ ഈ പൈസ ഇങ്ങോട്ട് തരണം കേട്ടോ. ഞാൻ ചോദിക്കുമ്പോ ഇങ്ങോട്ട് തരണം ഈ പൈസ. അച്ഛൻ എനിക്ക് വിഷുക്കൈ നീട്ടം തരികയാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. വിഷുക്കൈ ആദ്യമായിട്ട് കുളിക്ക്. 1-ാം തീയതി കണി കാണണം എന്തിനാ? ഒരു വർഷം മുഴുവൻ നന്നാവാൻ വേണ്ടിട്ടാ. പല്ലേക്കില്ല കുളിക്കല്ല. അവന്റെ ആ കുന്താണ്ട കൊണ്ട് കളഞ്ഞു ആദ്യം. എന്നിട്ട് പോയി കുളിച്ചിട്ട് വാ. അപ്പൊ തരാം അച്ഛൻ. ഞങ്ങളെന്താ വേണ്ട? നിങ്ങൾ പോയിട്ട് കുളിക്കുക ആദ്യം, കുളിച്ചിട്ട് വരെ. എന്തിനാ അവന്റെ കൂടെ അങ്ങനെ നിക്കണത്? ഷൂട്ടിംഗാന്ന് പറഞ്ഞ പിന്നെ എന്താ ചെയ്യാ? എന്ത് ഷൂട്ടിങ്? അമ്മ ഇത് എല്ലാവരും കാണും, നാട്ടിലെല്ലാവരും കാണുന്ന പറഞ്ഞത്. അപ്പൊ താങ്കൾ ഫേമസ് ആവില്ലേ? നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ കണിയാണാ? കണിയൊക്കെ ഞാൻ എപ്പോഴോ കണ്ടിരിക്കുന്നു. ഞാൻ അപ്പൊ സുഖനായിട്ടുണ്ട് ബാക്ക് ഭാഗം ആദ്യം കണ്ടു. ഒരു കാര്യം ചെയ്യാം, ആദ്യം പോയിട്ട് കുളിച്ച് വൃത്തിയായിട്ട് വരും. മിണ്ടല്ലേ. എല്ലാവരും കുളിച്ച് വന്നതിന് ശേഷമാണ് അച്ഛൻ കൈനീട്ടം തരുന്നത്. അപ്പൊ ഈ ചടങ്ങ്, കണി കാണുന്ന ചടങ്ങ് ഇവിടെ അവസാനിച്ചു. ഇനി ഉച്ചയ്ക്കുള്ള സദ്യയാണ്. സദ്യവട്ടങ്ങൾക്കുമായി ഞാൻ വീണ്ടും വരും. എല്ലാവരും കാണണം.